ആഗോള ശക്തികളിലൊന്നായ അമേരിക്കയും വെനസ്വേലയും തമ്മിൽ എന്താണ് പ്രശ്നം? അല്ലെങ്കിൽ എന്തിനാണ് അമേരിക്ക മറ്റൊരു ഭൂഖണ്ഡത്തിൽ സ്ഥിതി ചെയ്യുന്ന, അതും തങ്ങളെക്കാൾ ചെറുതും വെറും 2 കോടി ആളുകൾ മാത്രമുള്ളതുമായ വെനസ്വേലയെ ആക്രമിച്ച് അവരുടെ പ്രസിഡന്റായ നിക്കോളാസ് മദുരോയെ തടവിൽ വെച്ചിരിക്കുന്നു? ഇതിനുള്ള ഒരു പ്രധാന കാരണമായി അമേരിക്ക പറയുന്നത് വെനസ്വേലയുടെ ഡ്രഗ് ട്രാഫിക്കിംഗ് അഥവാ ലഹരി കടത്താണ്. എന്നാൽ ലഹരി കടത്ത് മാത്രമാണോ പ്രശ്നം? അല്ല, ലഹരി കടത്ത് ഒരു പ്രധാന കാരണം മാത്രമാണ്. ഈ ലഹരി കടത്തിൽ അമേരിക്ക പ്രധാനമായിട്ട് വെക്കുന്ന ആരോപണം എന്താണെന്ന് വെച്ചാൽ, അവരുടെ പ്രസിഡന്റായ മദുറോ ഒരു ഭരണാധികാരിയല്ല, മറിച്ച് തങ്ങളുടെ രാജ്യത്തെ ഒരു ആഭ്യന്തര ഡ്രഗ് ട്രാഫിക്കിംഗ് കൺട്രി അല്ലെങ്കിൽ ഡ്രഗ് മേക്കിംഗ് കൺട്രി ആയിട്ട് മാറ്റാൻ നോക്കുന്ന ഒരാളാണ് മദുറോ എന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. ഇതിനായി അമേരിക്ക പറയുന്ന വ്യക്തമായ തെളിവുകളിലൊന്നാണ് കാർട്ടൽ ഡി ലോസ് സോൾസ് എന്ന സംഘടന. ഇതൊരു ഡ്രഗ് ട്രാഫിക്കിംഗ് സംഘടനയാണ്. ഇതിൻ്റെ തലവനാണ് വെനസ്വേലയുടെ പ്രസിഡന്റ് നിക്കോളാസ് മദുറോ എന്നാണ് അമേരിക്ക പറയുന്നത്. ഇതിനായിട്ട് അമേരിക്ക വെക്കുന്ന വാദം എന്താണെന്ന് വെച്ചാൽ, ഈ സംഘടന വഴി അമേരിക്കയിലോട്ട് കൊക്കൈൻ എത്തുന്നു. ഇത് അമേരിക്ക വെനസ്വേലയെ ആക്രമിക്കാനുണ്ടായ കാരണങ്ങളിലൊന്നു മാത്രമാണ്. ഇനി ഇതിൽ രണ്ടാമത്തതാണ് കുടിയേറ്റ പ്രതിസന്ധി അഥവാ മൈഗ്രേഷൻ ക്രൈസിസ്. ഇത് ബാക്കി എല്ലാ രാജ്യങ്ങളും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. അമേരിക്ക പറയുന്നത് ഇങ്ങനെയാണ്: മദുറോയുടെ ഭരണപരാജയം കാരണം അവിടുത്തെ ജനങ്ങൾ ഒരുപാട് വലയുകയും അവിടെയുള്ള ആളുകൾ അമേരിക്കയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇത് അമേരിക്കയെ പ്രതിസന്ധിയിലാക്കുന്നു. ഇനി മൂന്നാമത്തെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എണ്ണ നിക്ഷേപത്തിന്മേലുള്ള നിയന്ത്രണം. അതായത് ലോകത്തെ ഏറ്റവും വലിയ എണ്ണ നിക്ഷേപമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് വെനസ്വേല. മദുറോ ഭരണകൂടം ഈ എണ്ണ സമ്പത്ത് നശിപ്പിക്കുകയാണെന്നും ഇനി മുതൽ വെനസ്വേലൻ എണ്ണപ്പാടങ്ങളുടെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കും, അല്ലെങ്കിൽ അമേരിക്കൻ കമ്പനികൾ ഏറ്റെടുക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. അടുത്തതാണ് ഭരണമാറ്റവും ജനാധിപത്യവും. ഇതിനായിട്ട് അമേരിക്ക പറയുന്നത് ഇങ്ങനെയാണ്: മദുറോയുടെ ഭരണം ജനാധിപത്യ വിരുദ്ധമാണെന്നും അതൊരിക്കലും ഒരു ജനാധിപത്യ നിയമമല്ലെന്നും അതുകൊണ്ട് തന്നെ വെനസ്വേലയിൽ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടില്ലെന്നും ഒരു ജനാധിപത്യ തെരഞ്ഞെടുപ്പ് തങ്ങൾ ആവശ്യപ്പെടുന്നു എന്നുമാണ് അമേരിക്ക വെക്കുന്ന വേറൊരു വാദം. ഇതിനോടൊപ്പം തന്നെ അമേരിക്ക കൂട്ടിച്ചേർക്കുന്ന വേറൊരു വാദം കൂടിയുണ്ട്. വെനസ്വേലയുടെ റഷ്യ, ചൈന, ഇറാൻ മുതലായ രാജ്യങ്ങളിൽ അമേരിക്കൻ വിമത രാജ്യങ്ങളിൽ, അമേരിക്കയുടെ ശത്രു രാജ്യങ്ങളിൽ നിന്നുള്ള സൗഹൃദം, ഇതാണ് അമേരിക്ക ആക്രമിച്ചതിനുള്ള കാരണങ്ങളായി അമേരിക്ക വ്യക്തമാക്കുന്നത്.